എന്താണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ കൺട്രോൾ ചെയ്യുന്ന അപ്പെക്സ് ബോഡി എന്നൊക്കെ പറയായിരുന്നു. ഇപ്പം അതിന് മറ്റൊരു ഡെഫിനേഷൻ ഉണ്ട്. കല്യാൺ ജോബയും സിൽബന്തികളും കൂടി വട്ടം കൂടിയിരുന്ന് ബിരിയാണി എന്ന ശേഷം കുണ്ടിയിലെ പൊടിയും തട്ടിപ്പോകുന്ന ഒരു സംവിധാനത്തിനെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് നിലവിൽ പറയുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ ഈ ഒരു അനിശ്ചിതാവസ്ഥ വരാൻ തന്നെ കാരണം ഇവന്മാരുടെ പിടിപ്പുകളാണ്. ആ പിടിപ്പുകേട് കാരണം ഉണ്ടായ അനിശ്ചിതാവസ്ഥ ഞങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞ് ഇവന്മാർ മീറ്റിംഗ് ഇരുന്നാ മീറ്റിംഗ്, കടന്നാ മീറ്റിംഗ്, നിന്നാ മീറ്റിംഗ്, മീറ്റിങ്ങുകൾ നടക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ അണ്ണൻ പാർട്ടിക്ക് പോകുന്നതും ബാഡ്മിൻ്റൺ കളിക്കുന്നതും ഒക്കെ വാർത്തയായിട്ട് വരുന്നതുമുണ്ട്. ഇതിനിടയിൽ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഐ ലീഗ് ക്ലബ്ബുകളും ISL ക്ലബ്ബുകളും എങ്ങനെ ലീഗ് നടത്തണം എന്നതിനെക്കുറിച്ച് 2 പ്രപ്പോസൽ കൊടുത്തു. ആ 2 പ്രപ്പോസലും തള്ളിക്കളഞ്ഞതിന് ശേഷം ഒരു 3 അംഗ കമ്മിറ്റിയെ നിയമിച്ച് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവന്ന് ലീഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള തീരുമാനമായിരുന്നു. ഇപ്പം ഇത്രയും കാലം പൈസ ഇൻവെസ്റ്റ് ചെയ്തവന്മാർക്ക് ഒരു വിലയില്ലാതെ പുറത്തുനിന്ന് 3 അവന്മാർ വന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്ന അനുസരിച്ച് ലീഗ് സംഘടിപ്പിക്കാൻ ക്ലബ്ബുകൾ തയ്യാറാവത്തില്ല എന്നുള്ള ബോധം ഈ തെണ്ടികൾക്ക് ഇപ്പോഴാണ് വന്നത് എന്ന് വേണം കരുതാൻ. ഇപ്പൊ ഏതായാലും ഈ 3 അംഗ കമ്മിറ്റി ISL ക്ലബ്ബുകളുടെയും ഐ ലീഗ് ക്ലബ്ബുകളുടെയും പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം ഒരു എഫക്റ്റീവ് സൊല്യൂഷൻ സമർപ്പിച്ച് ജനുവരിയിൽ തന്നെ സീസൺ തുടങ്ങുന്ന സെറ്റപ്പിലേക്ക് വരുമെന്നാണ് അറിയുന്നത്. അപ്പം ഇത് ഞാൻ വലിയ ഉറപ്പായിട്ടും കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഇന്ത്യൻ ഫുട്ബോൾ ആണ്. ഇവിടെ ഇന്ന് പറയുന്നതായിരിക്കത്തില്ല നാളത്തെ കണ്ടന്റ്. സോ ഇപ്പം ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വന്ന വാർത്ത ഇങ്ങനെയാണ്. ഇത് നാളെ മാറുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ജനുവരിയിൽ ലീഗ് നടക്കും എന്നാണ് ഈ മൊണ്ണകൾ ഇപ്പോഴും നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വിശ്വസിച്ചിട്ടൊന്നുമില്ല. കിട്ടിയ കണ്ടന്റ് നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. ബൈ.